ഹായ് ഹലോ വെൽക്കം ടു എ വെരി ന്യൂ വീഡിയോ ഓഫ് ബയോ ഓഷ്യൻ. ഇന്ന് നമ്മളുടെ കേരള സെറ്റ് എക്സാം 60 ഡേയ്സ് ചാലഞ്ചിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. സ്ക്രീനിൽ കാണാവുന്നത് പോലെ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ആൻറ്റിജൻസ് ആൻഡ് ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. ചെറിയ ക്ലാസ് മുതലേ പഠിച്ചേക്കുന്നത് കൊണ്ടിട്ട് അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾക്ക് ഇതിനെപ്പറ്റി അറിയുന്നതായിരിക്കും. പക്ഷെ എന്നാലും ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ നമുക്ക് കുറച്ച് കോൺസെപ്റ്റുകൾ എന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ കോൺസെപ്റ്റ് എന്നുള്ളത് നോക്കാവേ. ഇനിഷ്യലി നമ്മൾക്ക് ആൻറ്റിജൻസിനെയും ആൻറ്റിബോഡീസിനെയും പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ അറിയണം, ജനറൽ ഐഡിയ വേണം. അത് കഴിഞ്ഞിട്ട് ആൻറ്റിബോഡീസിൻ്റെ സ്ട്രക്ചറിനെ പറ്റി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ളൊരു ആൻറ്റിബോഡി സ്ട്രക്ചർ മാത്രമേ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. എല്ലാ ക്ലാസ്സസ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻസിൻ്റെ സ്ട്രക്ചറും ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. അത് ഞാൻ ഓൾറെഡി നമ്മളുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ദർ. ഓക്കെ, ദെൻ നമ്മൾക്ക് ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡി ഇൻട്രാക്ഷൻസും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയാണ് കാര്യങ്ങൾ. ആൻഡ് ഞാൻ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളുടെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേര് അതേ ദിവസം തന്നെ പഠിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ ഒരു പ്രവണത നിങ്ങളിൽ കാണുന്നില്ല. കുറച്ച് പേര് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ കുറേ അധികം പേര് എനിക്ക് തോന്നുന്നു മടി പിടിച്ച് അല്ലെങ്കിൽ പിന്നീട് പഠിക്കാം, എക്സാം ഡേറ്റ് ആകുമ്പോഴത്തേക്കും പഠിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു വിചാരം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒരിക്കലും ശാശ്വതമാവില്ല. കാരണം എക്സാമിൻ്റെ ആ ഒരു സമയം എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ ഒന്നാമത്തത് പഠിച്ച് കഴിയില്ല, എല്ലാം കൂടെ ഓർത്ത് വയ്ക്കാനും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മെല്ലെ മെല്ലെ പോവുക, മെല്ലെ മെല്ലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതർവൈസ് ഞാൻ ഈ ഒരു ചലഞ്ച് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നത് കൊണ്ടിട്ട് പ്രയോജനമില്ലല്ലോ. ആരും പഠിക്കാനില്ലാത്തപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നതിനകത്തിന്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കറക്റ്റായിട്ട് കറക്റ്റ് സമയത്തിൽ തന്നെ ജോയിൻ ചെയ്യുക. കറക്റ്റ് സമയമെന്ന് ഞാൻ പറയുന്നില്ല, അവനവന് ഉചിതം പോലെ ടോപ്പിക്സൊക്കെ കണ്ട് മനസ്സിലാക്കുക. ആൻഡ് ഐ എം റിക്വസ്റ്റിംഗ് യു ദാറ്റ് സെറ്റ് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഒരു ചിട്ടയായിട്ടുള്ളൊരു രീതി അത് അത്യാവശ്യമാണ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്സ് തുടങ്ങിക്കളയാം. ജസ്റ്റ് ലൈക്ക് ഫസ്റ്റ് നമ്മൾ ആൻറ്റിബോഡി എന്നാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ആൻറ്റിബോഡി ഒരു പ്രോട്ടീൻ മോളിക്യൂളാണ്. സ്പെസിഫിക്കലി സ്പീക്കിംഗ് ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണെന്ന് പറയാം. ആൻഡ് ഇത് ആക്ച്വലി ആനിമൽസിൽ മാത്രമേ ഉള്ളൂ, പ്ലാന്റ്സിലൊന്നും നമുക്ക് ആൻറ്റിബോഡീസ് ഇല്ല. ആൻഡ് ആൻറ്റിബോഡി നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് എപ്പോഴെങ്കിലും നമ്മളുടെ ബോഡിയിൽ ഒരു ആൻറ്റിജൻ എത്തുമ്പോഴാണ്. നമ്മളുടെ ബോഡിയിലോട്ടൊരു ആൻറ്റിജൻ വന്നു, ആൻറ്റിജനോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആനിമൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ആൻറ്റിബോഡീസ് എല്ലാം വരുന്നൊരു കാറ്റഗറി ഉണ്ട്, അതിനെയാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് വിളിക്കുക. ആൻറ്റിബോഡിക്ക് പകരമായിട്ട് നമ്മളൊരു വാക്ക് യൂസ് ചെയ്യും, അതിനെയും ഈ പറഞ്ഞ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞ വാക്ക് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. സോ എപ്പോഴെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നൊരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് തിങ്ക് ദാറ്റ് ഇറ്റ്സ് എൻ ആൻറ്റിബോഡി. ഓക്കെ, ഇതാണ് ആൻറ്റിബോഡിയുടെ ഒരു കുഞ്ഞ് ഐഡിയ. ഇനി ആൻറ്റിജനിലോട്ട് വരുമ്പോഴത്തേക്കും അതൊരു ഫോറിൻ മോളിക്യൂൾ ആയിരിക്കണം. ദാറ്റ് മീൻസ് നമ്മുടെ ബോഡിയിലുള്ളതായിരിക്കരുത്, ബോഡിയിൽ നിന്ന് വെളിയിൽ നിന്ന് വന്നിട്ടുള്ളതായിരിക്കണം ബോഡിയിലേക്ക്. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ ബോഡിയിൽ എത്തുമ്പം ഇതൊരു ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വെളിയിൽ നിന്ന് വന്ന് നമ്മളുടെ ബോഡിയിൽ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്ത ഒരു മോളിക്യൂളിനെ ആയിരിക്കും നമ്മൾ ആൻറ്റിജൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കാം. മോസ്റ്റ്ലി ഈ ആൻറ്റിജൻസ് എല്ലാവരും പ്രോട്ടീൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പോളിസാക്കറൈഡ്സ് ആയിരിക്കും. ആൻഡ് ഈ ആൻറ്റിജനെ നമ്മൾ ഇമ്മ്യൂണോജൻ എന്ന് പറഞ്ഞിട്ടും കൂടെ വിളിക്കാറുണ്ട്. അനദർ നെയിം ഓഫ് ആൻറ്റിജൻ ഇസ് ഡാഷ് ഫൈൻഡ് ഔട്ട് എന്നുള്ള രീതിയിൽ MCQs ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇമ്മ്യൂണോജൻ ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെയും അനദർ നെയിം പഠിച്ചു വെച്ചേക്കണം. ഒരു മോളിക്യൂളിനെ നമ്മൾ ആൻറ്റിജൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ദാറ്റ് ഷുഡ് ബി ഫോറിൻ. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇവിടെ ഹോസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത് ആരുടെ ബോഡിക്കകത്താണോ ആൻറ്റിജൻ എത്തുന്നത് അയാളെയാണ് നമ്മൾ ഹോസ്റ്റ് എന്ന് വിളിക്കുക. ഇപ്പോൾ എൻ്റെ ബോഡിക്കകത്ത് ഒരു ആൻറ്റിജൻ വന്നാൽ ഞാനാണ് അതിൻ്റെ ഹോസ്റ്റ്. അപ്പോൾ ഹോസ്റ്റിൻ്റെ ബോഡിയിലേക്ക് പുറത്തുനിന്ന് വന്നിട്ടുള്ളൊരു സാധനമായിരിക്കണം ഈ ആൻറ്റിജൻ എന്ന് പറയുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 10,000 ഡാൽട്ടനോ അതിൽ കൂടുതലുമായിരിക്കണം. മൂന്നാമത്തെ കാര്യം, അത് കുറച്ചും കൂടെ കെമിക്കലി കോംപ്ലക്സ് ആയിട്ടുള്ള കൺഫിഗറേഷൻ ഉള്ളൊരു മോളിക്യൂൾ ആയിരിക്കണം. ഇത്രയും ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു സാധനത്തിനെ നമ്മളൊരു ആൻറ്റിജൻ എന്നുള്ള രീതിയിൽ കരുതുള്ളൂ. പിടികിട്ടിയാ? യെസ്. ഇനി ആൻറ്റിബോഡിയുടെ കുറച്ചും കൂടെ കാര്യങ്ങൾ നോക്കാം. ആൻറ്റിബോഡീനെ ഏറ്റവും ആദ്യമായിട്ട് അതിൻ്റെ സ്ട്രക്ചർ ഡിസ്കവർ ചെയ്തത് റോഡ്നി റോബർട്ട് പോർട്ടറും ജെറാൾഡ് എം എൻജൽമാൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് സയൻറ്റിസ്റ്റും കൂടെ കൂടിയിട്ടാണ്. രണ്ടുപേരുടെയും പേര് ഓർത്ത് വെച്ചേക്കണം, റോഡ്നി റോബർട്ട് പോർട്ടറും ജെറാൾഡ് എം എൻജൽമാനും. ഓക്കെ, റോബർട്ട് പോർട്ടറും ജെറാൾഡ് എൻജൽമാൻ എന്നുള്ള രീതിയിൽ പഠിച്ചാലും മതിയാവും. ആൻഡ് നമ്മൾക്ക് ഈ ആൻറ്റിബോഡീസിനെ നമ്മുടെ ബോഡിയിൽ ഭൂരിഭാഗം വരുന്ന സ്ഥലത്തും കാണാൻ പറ്റും. ലൈക്ക് ബ്ലഡിൽ കാണാം, ബ്ലഡിൽ തന്നെ പ്ലാസ്മയിൽ കാണാം, ലിംഫിൽ കാണാം, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ടിയർ, സലൈവ, അതുപോലുള്ള സെക്രീഷൻസ്, ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഫ്ലൂയിഡ്, അങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ നമ്മൾക്ക് ആരെ കാണാൻ പറ്റും, ഈ ആൻറ്റിബോഡീസിനെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളത് ഓർക്കുക. ദിസ് ഇസ് എ ജനറൽ ഐഡിയ. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചറിലോട്ട് പോകുന്നത്. സ്ട്രക്ചർ ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, ദാറ്റ് മീൻസ് ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ.
ആൻറ്റിബോഡി ഒരു ഹെട്രോഡൈമർ ആണ് എന്ന് പറയാം. ഹെട്രോഡൈമർ എന്ന് പറഞ്ഞാൽ ഡൈമർ എന്ന് പറഞ്ഞാൽ 2 ചെയിൻസ് ഉള്ളത്, ഹെട്രോഡൈമർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ട് 2 ചെയിൻസ് ഉള്ളത്, അങ്ങനെയുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഇവിടെ 4 പെപ്റ്റൈഡ് ചെയിൻസ് ആണ് ഒരു ഇമ്മ്യൂണോഗ്ലോബുലിനുള്ളത്. പെപ്റ്റൈഡൊക്കെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ 4 പെപ്റ്റൈഡ് ചെയിൻസ് ആണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു യൂണിറ്റ്. ആൻഡ് ഈ 4 എണ്ണത്തിൽ രണ്ടെണ്ണം സിമിലർ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ 2 എണ്ണത്തിനെ നമ്മൾ ലൈറ്റ് ചെയിൻസ് എന്ന് വിളിക്കും, അത് സിമിലർ ആയിരിക്കും. 2 എണ്ണത്തിനെ ബാക്കിയുള്ള 2 എണ്ണത്തിനെ നമ്മൾ ഹെവി ചെയിൻസ് എന്ന് വിളിക്കും, അവരും സിമിലർ ആയിരിക്കും. ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി വരുന്നത് ലൈറ്റ് ചെയിൻ ഏകദേശം 23 കിലോ ഡാൽട്ടൻസും ഹെവി ചെയിൻ വരുന്നത് 50 to 70 കിലോ ഡാൽട്ടൻസുമാണ്. ഓക്കെ, ഇനി എല്ലാ ലൈറ്റ് ചെയിനും നമ്മളുടെ ഇമ്മ്യൂണോഗ്ലോബുലിന് 2 ലൈറ്റ് ചെയിൻ ഉണ്ടെങ്കിൽ ഇതിൽ എല്ലാ ലൈറ്റ് ചെയിൻസും ഹെവി ചെയിനുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഒരു ലൈറ്റ് ചെയിൻ ഒരു ഹെവി ചെയിനുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നു. എങ്ങനെ കണക്ട് ചെയ്തേക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈസൾഫൈഡ് ബോണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് പ്രധാനമായിട്ടും കണക്ട് ചെയ്തേക്കുന്നത്. ഡൈസൾഫൈഡ് ബോണ്ട് മാത്രമല്ല, നോൺ കോവാലന്റ് ഇൻട്രാക്ഷൻസ്, സോൾട്ട് ലിങ്കേജസ്, ഹൈഡ്രജൻ ബോൺസ്, ഹൈഡ്രോഫോബിക് ബോൺസ്, അങ്ങനെയുള്ള ബോൺസും നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ 2 ചെയിൻസ് ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ ഇതിനെ ഡൈമർ എന്ന് വിളിക്കുക. ആൻഡ് 2 ഒരേപോലെയുള്ള ചെയിൻസ് അല്ല, ഒരെണ്ണം ഹെവി ചെയിൻ ആണെങ്കിൽ മറ്റേത് ആരാണ്? ലൈറ്റ് ചെയിൻ ആണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഹെറ്ററോഡൈമർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? യെസ്. ഇവിടെ നമ്മുടെ ആൻറ്റിബോഡിക്കകത്തുള്ള ഹെവി ചെയിനും ലൈറ്റ് ചെയിനിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളമാണ് അതിനകത്ത് ഹെവി ചെയിൻ ലൈറ്റ് ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു ജനറൽ സ്ട്രക്ചർ കിട്ടും. ദാറ്റ് ഈസ് H2L2. ജനറൽ ഫോർമുല ഓഫ് ആൻറ്റിബോഡീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്, H2L2 എന്ന് പറയുന്നത് കേട്ടോ. നമ്മളുടെ ഹെവി ചെയിനും ലൈറ്റ് ചെയിനും 2 ഹെവി ചെയിനും ലൈറ്റ് ചെയിനും തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് മോസ്റ്റ്ലി നോൺ കോവാലന്റ് ഇൻട്രാക്ഷൻസും ആൻഡ് ഡൈസൾഫൈഡ് ബോൺസും ആണ്, അല്ലെങ്കിൽ ഡൈസൾഫൈഡ് ബ്രിഞ്ചസും ആണ്. അങ്ങനെയാണ് അവർക്ക് H2L2 എന്നുള്ളൊരു കൺഫിഗറേഷൻ കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഡൈമർ ഓഫ് ഡൈമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ വിളിക്കാം. 2 ഡൈമേഴ്സ് ഉണ്ടല്ലോ, അത് വ്യത്യസ്തമായിട്ടുള്ള ഡൈമേഴ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മളതിനെ ഡൈമർ ഓഫ് ഡൈമേഴ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഒരു ഡൈമർ തന്നെ അതൊരു ഹെട്രോഡൈമർ ആണ്, കാരണം വ്യത്യസ്ത ചെയിനുകളായതുകൊണ്ടിട്ട്. പിടികിട്ടിയോ? യെസ്. ഇനിയും കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഒരു ആൻറ്റിബോഡീനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സ്റ്റെം പോർഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻറ്റിബോഡിക്ക് ഒരു വൈ ഷേപ്പാണ് ആക്ച്വലി. അതിൻ്റെ താഴെ ഭാഗത്ത് 2 ഹെവി ചെയിനാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഹെവി ചെയിനിൻ്റെ ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റെം പോലെ, ഒരു പിടി പോലെ, വൈക്കൊരു പിടിയില്ലേ, നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു കോല് പോലെ താഴോട്ടിരിക്കുന്നത്, അതാണ് സ്റ്റെം പോർഷൻ എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ FC എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ആൻഡ് അത് കൂടാതെ നമ്മൾക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു പോർഷനാണ് പ്രോങ്സ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സൈറ്റാണ്. പ്രോങ്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് ആരുമായിട്ട് ബൈൻഡ് ചെയ്യുന്നവരാണ്? ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നവരാണ്. പിടികിട്ടിയോ? ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ക്ലാസ്സിൽ പെടുന്ന ആൻറ്റിബോഡീസ് ഒരുപാടുണ്ടായിരിക്കും. അപ്പോൾ ഒരേ ക്ലാസ്സിൽ പെടുന്ന എല്ലാ ആൻറ്റിബോഡീസിൻ്റെയും FC പോർഷനിൽ കാണുന്ന അമിനോ ആസിഡ് എന്ന് പറയുന്നത് എല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ആയിരിക്കും. അതിന് മാറ്റങ്ങളൊന്നുമേ ഉണ്ടാവില്ല. പക്ഷേ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ദാറ്റ് ഇറ്റ് ഷുഡ് ബിലോങ് ടു ദ സെയിം ക്ലാസ്. ഇവരെല്ലാ ആൻറ്റിബോഡീസും സെയിം ക്ലാസ്സിൽ പെടുന്നവരായിരിക്കണം. ഇത് FC-ക്ക് മാത്രം ബാധകമായിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റില്ലേ, ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റിൻ്റെ അവിടെയുള്ള അമിനോ ആസിഡ്സ് ഉണ്ടല്ലോ, അത് ഇതേപോലെ കോൺസ്റ്റൻറ്റോ ഐഡൻറ്റിക്കലോ ഒന്നുമല്ല. അത് ആൻറ്റിബോഡിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അവിടെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് അക്കോർഡിംഗ് ടു ദ ആൻറ്റിബോഡി. ആ ഒരു അമിനോ ആസിഡ് സീക്വൻസ്, ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റിൻ്റെ അവിടെയുള്ള അമിനോ ആസിഡ് സീക്വൻസിന് കാര്യമായിട്ടുള്ള വ്യത്യസ്തതകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പിടികിട്ടിയോ? യെസ്. ഇനി നമ്മുടെ ചുറ്റും ഒരുപാട് ഹെവി ചെയിൻസും ലൈറ്റ് ചെയിൻസും ഒക്കെ ഉണ്ട്. പല ആൻറ്റിബോഡീസിൻ്റെ ഹെവി ചെയിൻസും ലൈറ്റ് ചെയിൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയുള്ള അമിനോ ആസിഡിൻ്റെ സീക്വൻസുകൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെവി ചെയിനും ലൈറ്റ് ചെയിനും നമ്മൾക്ക് 2 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അവരുടെ അമിനോ ആസിഡുകളുടെ സീക്വൻസിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഹെവി ചെയിനെയും ലൈറ്റ് ചെയിനെയും 2 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതേതൊക്കെയാണ് ആ റീജിയൻസ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ലൈറ്റ് ചെയിനിലുള്ള റീജിയൻസ് ആണ് VLഉം CLഉം. VL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ ലൈറ്റ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റ് ചെയിൻ, വ്യത്യസ്തമായിട്ടുള്ള അമിനോ ആസിഡ്സ് ഉള്ള ലൈറ്റ് ചെയിൻ്റെ ഭാഗം, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏകദേശം 110 അമിനോ ആസിഡ്സ് ഉള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ്. ഇനി CL എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ലൈറ്റ് ചെയിൻ. ദാറ്റ് മീൻസ് ലൈറ്റ് ചെയിനിൽ അമിനോ ആസിഡ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ഭാഗം. അതിൽ വ്യത്യാസങ്ങളില്ലായിരിക്കും, അമിനോ ആസിഡ്സിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. അതിലും 110 അമിനോ ആസിഡ്സ് ആണുള്ളത്. ഇനി ഹെവി ചെയിനിലോട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ വേരിയബിൾ ആയിട്ടുള്ളൊരു ഹെവി ചെയിൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഹെവി ചെയിനിൽ അമിനോ ആസിഡ് വ്യത്യസ്തമായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ്. അതും ഏകദേശം 110 അമിനോ ആസിഡ്സ് ആണ് അവിടെയുള്ളത്. ആൻഡ് CH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഹെവി ചെയിൻ. ഹെവി ചെയിനിന് അമിനോ ആസിഡ്സ് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, അതിന് മാറ്റങ്ങൾ ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഭാഗം. ആൻഡ് ഇത് ഏകദേശം 330 മുതൽ 440 വരെ അമിനോ ആസിഡ്സ് ഉള്ളവരാണെന്നുള്ളത് ഓർക്കുക കേട്ടോ. ഇനി നമ്മളുടെ ഹെവി ചെയിൻ്റെയും ലൈറ്റ് ചെയിൻ്റെയും അവിടെയുള്ള വേരിയബിൾ റീജിയൻ ഉണ്ടല്ലോ, അതാണ് സ്വാഭാവികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൻറ്റിബോഡീസിൽ അതിൻ്റെ സ്പെസിഫിസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവാൻ കാരണം.
എല്ലാ ആൻറ്റിബോഡീസിനും ഒരേ റോളോ ഒരേ വർക്കിങ്ങോ ഒരേ സ്പെസിഫിസിറ്റി ഒന്നുമല്ല. ഡിഫറെൻറ്റ് സ്പെസിഫിസിറ്റിയാണ് പല ആൻറ്റിബോഡീസിനുള്ളത്. അതിന് റെസ്പോൺസിബിൾ ആരാന്ന് ചോദിച്ചാൽ ഹെവി ചെയിനിലും ലൈറ്റ് ചെയിനിലും ഉള്ള വേരിയബിൾ റീജിയനാണ്. വി എന്ന് പറഞ്ഞാൽ നമ്മൾ ലേബിൾ ചെയ്തില്ലേ, ആ ഒരു റീജിയനാണ്. പിടികിട്ടിയോ? ഇനി അത് കൂടാതെ നമ്മളുടെ ഈ ആൻറ്റിബോഡീസിന് ഒരു ഹിഞ്ച് റീജിയൻ ഉണ്ട്. ഹിഞ്ച് എന്ന് പറഞ്ഞാൽ വിജാഗിരി എന്നാണ് അർത്ഥം. വിജാഗിരിയാണ് നമ്മളുടെ കട്ടിലയോട് വാതിലുകളെല്ലാം ചേർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ കട്ടിലയോട് ജനലുകളെല്ലാം ചേർത്ത് വയ്ക്കുക, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളുടെ ആൻറ്റിബോഡിയുടെ ആംസ് ഉണ്ടല്ലോ, ഈ ഹെവി ചെയിൻ ലൈറ്റ് ചെയിൻ പോലെയുള്ള ഭാഗങ്ങളെ കൂട്ടിപ്പിടിച്ച് നിർത്തുന്ന ആ ഒരു വിജാഗിരി പോലത്തെ ഒരു ഭാഗം ഇമ്മ്യൂണോഗ്ലോബുലിനിൽ കാണാൻ പറ്റും. ഈ വിജാഗിരിയിലെ എല്ലാ ആംസും കറക്റ്റായിട്ട്, എല്ലാ ചെയിൻസും കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈ ഷേപ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ആർക്ക് കിട്ടുന്നുണ്ടായിരിക്കുക, ആൻറ്റിബോഡിക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയാ? യെസ്. ഇനി നമ്മൾക്ക് ഈ ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. അതിന് മുന്നേ നമ്മളുടെ ഈ ഹിഞ്ച് റീജിയൻ എന്ന് പറയുന്നത്, അതിന് ഹിഞ്ച് റീജിയൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആൻറ്റിബോഡി മോളിക്യൂളിന് ഒരു അല്പം ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത് ഈ ഹിഞ്ച് റീജിയനാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ ഹിഞ്ച് എന്ന് വിളിക്കുക. കാരണം വാതിൽ ഇങ്ങോട്ടും അങ്ങോട്ട് അടയണമെന്നുണ്ടെങ്കിൽ വാതിലിന് ഫ്ലെക്സിബിലിറ്റി വേണം. ആ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത് ആ വിജാഗിരിയാണ്. സിമിലർലി ഇവിടെയും ആംസിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത് ആ ഒരു ഹിഞ്ച് ആയതുകൊണ്ടാണ് നമ്മളതിനെ ഹിഞ്ച് എന്ന് വിളിക്കുന്നത് തന്നെ. പിടികിട്ടിയോ? യെസ്. പിന്നെ നമ്മളുടെ ലൈക്ക് ഇമ്മ്യൂണോഗ്ലോബുലിൻ മോളിക്യൂൾസിനോട് കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾസ് അറ്റാച്ച് ചെയ്തേക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ ആൻറ്റിബോഡി ഒരു പ്രോട്ടീനാണ്. പക്ഷേ അതിനോടൊരു കാർബോഹൈഡ്രേറ്റ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് എന്തായിട്ട് മാറും? അതൊരു ഗ്ലൈക്കോ പ്രോട്ടീനായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ തുടക്കത്തിൽ തന്നെ, ലൈക്ക് ആൻറ്റിബോഡി ജനറലി ഒരു പ്രോട്ടീൻ മോളിക്യൂളാണ്, പക്ഷേ സ്പെസിഫിക്കലി സ്പീക്കിംഗ് ഇതിനോട് അസോസിയേറ്റ് ചെയ്തൊരു കാർബോഹൈഡ്രേറ്റ് കാണുന്നതുകൊണ്ട് അതൊരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ് എന്ന് പറയാനായിട്ട് പറ്റും. പിടികിട്ടിയോ? ആൻഡ് നമ്മളുടെ ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ കോൺസ്റ്റൻറ്റ് റീജിയനിലോട്ടാണ് ഈ കാർബോഹൈഡ്രേറ്റ് അറ്റാച്ച് ചെയ്യുന്നുണ്ടായിരിക്കുക. വേരിയബിൾ റീജിയനിൽ നമ്മൾക്ക് കാർബോഹൈഡ്രേറ്റിനെ അറ്റാച്ച് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റത്തില്ല. ആൻഡ് ഈ കാർബോഹൈഡ്രേറ്റ് വന്ന് നമ്മുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റീജിയനിൽ, ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ കോൺസ്റ്റൻറ്റ് റീജിയനിൽ അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഗ്ലൈക്കോസിലേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആൻഡ് ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ സോലബിലിറ്റി കൂട്ടാനും ഇൻട്രാക്ഷൻ വർദ്ധിപ്പിക്കാനും ഒക്കെ ഗ്ലൈക്കോസിലേഷൻ ഹെൽപ്ഫുൾ ആണ്. ഗ്ലൈക്കോസിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ലൈക്ക് നമ്മളുടെ കാർബോഹൈഡ്രേറ്റ് ആൻറ്റിബോഡിയുടെ കോൺസ്റ്റൻറ്റ് റീജിയനിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് ഗ്ലൈക്കോസിലേഷൻ എന്ന് വിളിക്കുക. ഗ്ലൈക്കോസിലേഷൻ കണ്ടിട്ട് ആൻറ്റിബോഡിക്ക് എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ സോലബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അത് മാത്രമല്ല ഇൻട്രാക്ഷനും കൂടെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഒരു ബേസിക് ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അവിടെ ലൈറ്റ് ചെയിൻസ് 2 ലേബൽ ചെയ്തിട്ടുണ്ട്. ആ ബ്ലൂ കളറിൽ കാണുന്നത്, ലൈറ്റ് ബ്ലൂ കളറിൽ 2 കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ലൈറ്റ് ചെയിൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഗ്രീനിൻ്റെ ഷെയ്ഡിൽ കാണുന്നതാണ് ഹെവി ചെയിൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഓക്കെ. ആൻഡ് അവിടെ രണ്ടിടത്തും ഹെവിയിലും ലൈറ്റിലും ഒക്കെ നിങ്ങൾക്ക് VC എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയേക്കുന്നത് കാണാൻ പറ്റും. വി എന്ന് ലേബിൾ ചെയ്തേക്കുന്നതെല്ലാം വേരിയബിൾ റീജിയനാണ് അതത് ചെയിനിൻ്റെ. സി എന്ന് ലേബിൾ ചെയ്തേക്കുന്നതെല്ലാം കോൺസ്റ്റൻറ്റ് ചെയിനാണ് അതത് ചെയിനിൻ്റെ. കേട്ടോ? പിന്നെ അതുപോലെ തന്നെ ആ ബ്ലൂവും അതുപോലെ ഗ്രീനും നിങ്ങൾ നോക്കുക, ലൈറ്റ് ചെയിനും ഹെവി ചെയിനും തമ്മിൽ കണക്ട് ചെയ്യാൻ SS എന്ന് പറഞ്ഞിട്ട് ബോണ്ടുകൾ ലേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഇസ് ഡൈസൾഫൈഡ് ബോണ്ട്. പിന്നെ നിങ്ങൾ ഹിഞ്ച് റീജിയൻ അവിടെ ലേബിൾ ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ദാറ്റ് ഇസ് ആ ഒരു നെക്ക് പോർഷൻ അല്ലേ. എല്ലാ ആംസും അവിടെയാണ് വന്ന് കണക്റ്റഡ് ആവുന്നത്. അതാണ് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ ഈ FC റീജിയൻ കണ്ടിട്ടുണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞില്ലേ. FC റീജിയൻ എന്ന് പറഞ്ഞിട്ടൊരു റീജിയൻ ഉണ്ട്. ആൻഡ് ആ റീജിയനാണ് നമ്മളുടെ ഹെവി ചെയിൻ്റെ ആ ഒരു സ്റ്റെമ്മിൽ കാണാൻ പറ്റുന്നതായിരിക്കാം. പിന്നെ ഞാൻ എന്താ പറഞ്ഞത്, നമ്മളുടെ ലൈക്ക് ഒരു പ്രോങ്സ് എന്ന് പറഞ്ഞിട്ടൊരു റീജിയൻ ഉണ്ടെന്ന് പറഞ്ഞു. അത് ആ ലൈറ്റ് ആൻഡ് ഹെവിയുടെ ഭാഗത്തായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം. പിടികിട്ടിയോ? ഈ ചെയിൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, ഏതൊക്കെ ബോൺസ് ആണ്, ഏതൊക്കെ റീജിയൻസ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. എവിടെയാണ് വേരിയബിൾ വരിക, എവിടെയൊക്കെയാണ് കോൺസ്റ്റൻറ്റ് വരിക എന്നുള്ളത് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ. യെസ്. ഇനി ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ കുറച്ച് ടൈപ്സ് ഉണ്ട്. 5 ടൈപ്സ് ആണ് എന്ന് പറയാൻ പറ്റും. ആൻഡ് ഹെവി ചെയിനകത്ത് ഏതൊക്കെ അമിനോ ആസിഡ്സ് ആണ് വന്നേക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആൻറ്റിബോഡീസിൻ്റെ ക്ലാസ്സുകൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. 5 ടൈപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ ഇമ്മ്യൂണോഗ്ലോബുലിനെയാണ് ഷോർട്ട് ഫോമിൽ IG എന്ന് എഴുതുക. അപ്പോൾ 5 ടൈപ്സ് ആണ്: IgD, IgA, IgE, IgG ആൻഡ് IgM. പിടികിട്ടിയോ? അങ്ങനെ 5 ടൈപ്സ് ആണ്. ഇത് ഓരോരോ സ്ഥലത്ത്, നമ്മുടെ ബോഡിയുടെ എല്ലാ സ്ഥലത്തും കാണില്ല, പല സ്ഥലത്തായിട്ട് കാണുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഒക്കറൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് ഇവരുടെ ഈ ഹെവി ചെയിനകത്തുള്ള അമിനോ ആസിഡ് സീക്വൻസ് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഇവർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതൊരു റീസൺ. അത് മാത്രമല്ല ഇവരുടെ മോളിക്കുലർ റേറ്റിലും ഇവരുടെ ഫംഗ്ഷൻസിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും. അതും കൂടെ ഇവരെ വ്യത്യസ്തരാക്കുന്നുണ്ട്. ആൻഡ് നമ്മളുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് IgG ആണ് ഏറ്റവും കൂടുതൽ കാണുന്നുണ്ടായിരിക്കുക. ഈ 5 ഏകദേശം 75% വരുന്നത് ഈ IgG ആണ്.
ആൻഡ് നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുള്ളതാണ്, നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിനകത്ത് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇനീഷ്യലി ആദ്യത്തെ കുറച്ച് ദിവസം ലാക്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മഞ്ഞ കളറിലെ പാലാണ് വരുന്നത്, ലൈറ്റ് മഞ്ഞ കളറിൽ. അത് ആക്ച്വലി അതിലൊരു പേര് വിളിക്കും, കൊളോസ്ട്രം എന്നാണ് നമ്മളതിനെ വിളിക്കാം. അതിനകത്താണ് ഒരു ഭൂരിഭാഗം വരുന്ന ആൻറ്റിബോഡീസ് ഉള്ളത്. ഈ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ കുഞ്ഞിന് കിട്ടേണ്ടതായിട്ടുള്ള ഇമ്മ്യൂണിറ്റി എല്ലാം ഈ കൊളോസ്ട്രത്തിൽ കൂടിയാണ് കിട്ടുന്നത്, കാരണം അതിലൊരു ആൻറ്റിബോഡി ഉണ്ട്. ഏത് ആൻറ്റിബോഡിയാണ് എന്ന് ആർക്കെങ്കിലും ചാറ്റ് ബോക്സിൽ പറയാൻ സാധിക്കുമോ? ഓക്കെ, ഇനി നമ്മൾ 2-3 ടേംസ് നമ്മൾക്ക് ഈ അമിനോ ആസിഡല്ലോ ആൻറ്റിബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. പാരാടോപ്പും എപ്പിടോപ്പും. പാരാടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻസ് പൊതുവേ നടക്കുന്നുണ്ടായിരിക്കുക പാരാടോപ്പുകൾക്കിടയിലാണ്. ആൻഡ് ഈ പാരാടോപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻറ്റിജൻ ബൈൻഡ് ചെയ്യുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ഭാഗം എവിടെ വന്നിട്ടാണോ ആൻറ്റിജൻ ബൈൻഡ് ചെയ്യുക അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പാരാടോപ്പ് എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ആൻറ്റിജൻ വന്നിട്ട് നമ്മളുടെ ആൻറ്റിബോഡിയിൽ ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുന്ന ഭാഗത്താണ് നമുക്ക് ആ പാരാടോപ്പ് എന്ന് ലേബൽ ചെയ്തത്. അപ്പോൾ ആൻറ്റിജൻ വന്ന് ബൈൻഡ് ചെയ്യുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ഭാഗത്തെയാണ് നമ്മൾ പാരാടോപ്പ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു വാക്കാണ് എപ്പിടോപ്പ് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിബോഡിയുടെ പാരാടോപ്പുമായിട്ട് ആൻറ്റിജന് ചുമ്മാ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ആൻറ്റിജനെ ബൈൻഡ് ചെയ്യിക്കാനായിട്ട് ആൻറ്റിബോഡിയിൽ ഒരു പ്രത്യേക ഭാഗം ഉണ്ടായതുപോലെ ആൻറ്റിജനിനും ഒരു പ്രത്യേക ഭാഗം ഉണ്ടായിരിക്കും. ആ ഭാഗം ഉപയോഗിച്ചിട്ടാണ് ഇത് വന്ന് ആൻറ്റിബോഡിയിൽ കണക്റ്റഡ് ആവുന്നത്. കണ്ടോ, ആ 3 കാലുകൾ പോലെ കൊടുത്തേക്കുന്നത് കണ്ടോ, ആൻറ്റിജൻ്റെ ആ ഭാഗത്ത് അത് ആൻറ്റിജൻ്റെ പാർട്ടാണ്. ആ 3 കാലുകൾ പോലെയുള്ള ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് കറക്റ്റായിട്ട് വന്ന് പാരാടോപ്പിൽ അറ്റാച്ച്ഡ് ആവുന്നത്. അപ്പോൾ ആ ആൻറ്റിജനുള്ള എക്സ്ട്രാ ഒരു പോർഷൻ അല്ലെങ്കിൽ ആൻറ്റിജനുള്ള ആ ഒരു എക്സ്ട്രാ സൈറ്റ് അത് വെച്ചിട്ടാണ് അത് കണക്ട് ചെയ്യുന്നത്. ആ ഭാഗത്തെയാണ് നമ്മൾ എപ്പിടോപ്പ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. പിടികിട്ടിയോ? പാരാടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റിജനെ ബൈൻഡ് ചെയ്യാൻ ഇടയാക്കുന്ന ആൻറ്റിബോഡിയിലെ ഭാഗം, അതാണ് പാരാടോപ്പ്. എപ്പിടോപ്പ് എന്താണ്? ആൻറ്റിജന് സ്വന്തമായിട്ട് ഈ പാരാടോപ്പിൽ വന്ന് ബൈൻഡ് ചെയ്യണമെങ്കിൽ ഒരു പോർഷൻ വേണം. ആ ഭാഗത്തെയാണ് നമ്മൾ എപ്പിടോപ്പ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് 2-3 അറിഞ്ഞു വെച്ചേക്കുക. പാരാടോപ്പ് എപ്പിടോപ്പും നമുക്ക് നമ്മളുടെ ആ ഒരു പോർഷൻസിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടിട്ടാണ്. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻസ് പറഞ്ഞാൽ ഭയങ്കര സ്പെസിഫിക് ആണ്. അത് മാത്രമല്ല, ഈ ആൻറ്റിജൻ റിയാക്ട് ചെയ്യുന്നത് അത് തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആൻറ്റിബോഡിയോടോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൻറ്റിജൻസിനോടോ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. പിടികിട്ടിയോ? നമ്മളുടെ ആൻറ്റിജനിലുള്ള എപ്പിടോപ്സിനെ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ എപ്പിടോപ്സിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആൻറ്റിബോഡീസിനുണ്ട്. അപ്പോൾ ആൻറ്റിബോഡീസിന് കറക്റ്റായിട്ട് ഒരു ആൻറ്റിജൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എപ്പിടോപ്പിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് നമ്മളുടെ എപ്പിടോപ്പ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ആൻറ്റിബോഡിയിൽ വന്ന് ഫിറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഇൻട്രാക്ഷൻസ് നടക്കും. അതല്ല, ഫിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇൻട്രാക്ഷൻസ് കുറവായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയാം. കാരണം ഈ എപ്പിടോപ്പ് ആൻറ്റിബോഡിയിൽ കറക്റ്റായിട്ട് വന്ന് ഫിറ്റ് ആകുമ്പോഴത്തേക്കുമാണ് ആൻറ്റിജനും ആൻറ്റിബോഡിയും കുറച്ചും കൂടെ കൂടുതൽ അഫിനിറ്റിയിൽ വരുന്നതും ആ ഇൻട്രാക്ഷൻ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ടായിരിക്കുക. അതർവൈസ് ആൻറ്റിജൻ ആൻറ്റിബോഡീസ് അത്ര അഫിനിറ്റിയിൽ വരത്തില്ല ആൻഡ് അത് പ്രോപ്പറായിട്ട് ഇൻട്രാക്ഷനിലോട്ട് ലീഡ് ചെയ്യുമില്ല. ഓക്കെ, ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ബയോമോളിക്കുലർ ആയിട്ടുള്ള ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. കാരണം ആൻറ്റിജനും ആൻറ്റിബോഡിയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ ഉണ്ടാകും. അതിനകത്ത് തിരിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരിക്കലും നമുക്കതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു അസോസിയേഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞത്. പിടികിട്ടിയോ? ആൻഡ് ഒരു കാര്യം കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആൻറ്റിജനും ആൻറ്റിബോഡിയും തമ്മിലുള്ള അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നോൺ കോവാലൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ എപ്പിടോപ്പും അതുപോലെ തന്നെ ആൻറ്റിബോഡിയുടെ വേരിയബിൾ റീജിയൻ ഉണ്ടല്ലോ, ലൈറ്റ് ചെയിനിലെ വേരിയബിൾ റീജിയൻ ആയിക്കോട്ടെ ഹെവി ചെയിനിലെ വേരിയബിൾ റീജിയൻ ആയിക്കോട്ടെ, ഇവർ തമ്മിൽ ഒരു നോൺ കോവാലൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷനും കൂടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. പിടികിട്ടിയോ? ആൻഡ് നമ്മളുടെ ആൻറ്റിബോഡിയിലൊരു AB സൈറ്റ് ഉണ്ട്, ആൻറ്റിബോഡി ബൈൻഡിങ് സൈറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ അതും നമ്മളുടെ എപ്പിടോപ്പും തമ്മിൽ യൂഷ്വലി നോൺ കോവാലൻ്റ് ആയിട്ടുള്ള ബോണ്ടുകൾ യൂസ് ചെയ്തിട്ടാണ് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? നമ്മളുടെ ആൻറ്റിബോഡി ബൈൻഡിങ് സൈറ്റും അതുപോലെ തന്നെ എപ്പിടോപ്പും യൂഷ്വലി നോൺ കോവാലൻ്റ് ബോണ്ടുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇത് ആക്ച്വലി റിവേഴ്സിബിൾ ആണ് ആൻഡ് നമ്മൾക്ക് ഭയങ്കര അയണിക് സ്ട്രെങ്തോ അല്ലെങ്കിൽ ഭയങ്കര pH ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റിജൻ ആൻറ്റിബോഡിയും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ അത് പൊതുവെ ഇറിവേഴ്സിബിൾ ആണ്. പക്ഷേ ആൻറ്റിബോഡി ബൈൻഡിങ് സൈറ്റും അതുപോലെ തന്നെ നമ്മളുടെ എപ്പിടോപ്പും തമ്മിലുള്ളത് നോൺ കോവാലൻ്റ് ബോണ്ട്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിനെ റിവേഴ്സിബിൾ ആയിട്ട് കരുതാൻ പറ്റും.
അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. നമ്മൾ pH ഒക്കെ എക്സ്ട്രീമായിട്ട് കൊടുത്താൽ മതിയായിരിക്കും. ഓക്കെ, ഇനി ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നതിനകത്ത് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഫോഴ്സസ് ഉണ്ട്. ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ബോൺസ്. ഇത് ആക്ച്വലി ഓപ്പോസിറ്റ് ചാർജഡ് ആയിട്ടുള്ള അയണിക് ഗ്രൂപ്പുകളുണ്ടല്ലോ, നമ്മുടെ പ്രോട്ടീനിൻ്റെ സൈഡ് ചെയിനിലുള്ള അയണിക് ഗ്രൂപ്പുകളിൽ ഓപ്പോസിറ്റായിട്ട് ചാർജ് ഉള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ അട്രാക്ഷൻ മൂലം ഉണ്ടാകുന്ന ഒരു ബോണ്ടാണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ട് എന്ന് പറയുന്നത്. ദെൻ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ആൻറ്റിജനും ആൻറ്റിബോഡിയും ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര കുഞ്ഞു കുഞ്ഞു വീക്കായിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട്സ് ആയിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. അത് എവിടെയാണ് ഉണ്ടാവുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കിടയിലുള്ള ഹൈഡ്രോഫിലിക് ഗ്രൂപ്പ്സിൻ്റെ ഇടയിലാണ്. അപ്പോൾ ആൻറ്റിജനും ആൻറ്റിബോഡിയും ക്ലോസ് ആയിട്ടിരിക്കുമ്പോൾ മാത്രം കാണാൻ പറ്റുന്ന വളരെ വീക്കായിട്ടുള്ള ഫോഴ്സസ് ആണ് ഈ ഹൈഡ്രജൻ ബോണ്ട്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഇനിയുണ്ട് ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻസ്. നമ്മളുടെ ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻസ് വരുന്നത് പൊതുവെ ഹൈഡ്രോഫോബിക് ഗ്രൂപ്പ്സ് ഉണ്ട് നമ്മളുടെ ആൻറ്റിജൻ ആൻറ്റിബോഡീസിലൊക്കെ. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വാൻഡർവാൾസ് ബോണ്ടിങ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കുമാണ് ഈ ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻസ് വരാം. ഹൈഡ്രോഫോബിക് ഗ്രൂപ്പ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എപ്പോഴെങ്കിലും വാൻഡർവാൾസ് ബോണ്ടിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഒരു അക്വസ് എൻവയോൺമെൻറ്റിലാണ് ഇത് ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ബോണ്ടിങ് ഫോം ചെയ്യുന്നത് അക്വസ് എൻവയോൺമെൻറ്റിലാണ് എന്നുണ്ടെങ്കിൽ അത് വാട്ടർ റിലീസ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഇത് രണ്ടിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് കുറയും, എനർജി കൂടും, ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് ഇൻട്രാക്ഷൻ അടിപൊളിയായിട്ട് നടക്കും. ആൻഡ് ഈ തരത്തിലുള്ള ഒരു ഇൻട്രാക്ഷനാണ് നമ്മളുടെ ആൻറ്റിജൻ ആൻറ്റിബോഡിയുടെ ബോണ്ടുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുക. ഏകദേശം 50% സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഇൻട്രാക്ഷൻസ് ആണ്. പിടികിട്ടിയോ? ഹൈഡ്രോഫോബിക് ഗ്രൂപ്പ്സ് വാൾസ് ബോണ്ടിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയാണ് എക്വസ് എൻവയോൺമെൻറ്റിൽ. അപ്പോൾ വാട്ടർ റിലീസ് ചെയ്യും. വാട്ടർ റിലീസ് ചെയ്ത് അവർ തമ്മിൽ ക്ലോസ് ആകും, ഡിസ്റ്റൻസ് കുറയും, അപ്പോൾ എനർജി കൂടും, ഇൻട്രാക്ഷൻ കൂടുന്നു. ആൻഡ് ഈ ഇൻട്രാക്ഷനാണ് നമ്മളുടെ ആൻറ്റിജൻ ആൻറ്റിബോഡിയുടെ ആ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, ആ സ്ട്രെങ്ത്തിന് കാരണമാകുന്നത്. ഒരു 50% സ്ട്രെങ്ത് കൊടുക്കുന്നത് ഈ ഒരു ഇൻട്രാക്ഷനാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിടികിട്ടിയോ? ഇനിയും ഉണ്ട് ഫോഴ്സ്, ദാറ്റ് ഈസ് വാൻഡർവാൾസ് ബോണ്ട്. വാൻഡർവാൾസ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി നമ്മളുടെ ആൻറ്റിജൻ ആൻറ്റിബോഡി മോളിക്യൂൾസ് ഉണ്ടല്ലോ അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഇലക്ട്രോൺ ക്ലൗഡുകൾ കാണാനായിട്ട് സാധിക്കും. ഇലക്ട്രോൺസിൻ്റെ ഒരു വലയം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ടുള്ള ഇൻട്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നൊരു ഫോഴ്സാണ് ഈ വാൻഡർവാൾസ് ബോണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ബോണ്ട് നമ്മൾക്ക് ഇത്തരത്തിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ പഠിച്ച എല്ലാ നോൺ കോവാലൻ്റ് ഇൻട്രാക്ഷൻസും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഷോർട്ടർ ഡിസ്റ്റൻസിലാണ്. യൂഷ്വലി അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ആംഗ്സ്ട്രം ആയിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഉണ്ടല്ലോ ഈ ആൻറ്റിജനും ആൻറ്റിബോഡിയും വളരെ ക്ലോസ് ഫിറ്റ് ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻസ് നടക്കണമെന്നുണ്ടെങ്കിൽ വളരെ ക്ലോസ് ഫിറ്റ് ആയിട്ടുള്ള ആൻറ്റിജൻ്റെയും ആൻറ്റിബോഡിയുടെയും ഇടയിലാണ് നടക്കുക. അതർവൈസ് അത് നടക്കത്തില്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, ഇനി ആൻറ്റിജൻ്റെയും ആൻറ്റിബോഡിയുടെയും ഇൻട്രാക്ഷൻസിനെ സ്ട്രെങ്ത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് അഫിനിറ്റി. എന്ന് വെച്ചാൽ നമ്മളുടെ ഒറ്റൊരു ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട് ആൻറ്റിബോഡിക്ക്. ആ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റിലുള്ള കംപ്ലീറ്റ് നോൺ കോവാലൻ്റ് ഇൻട്രാക്ഷൻസിൻ്റെ ടോട്ടൽ സ്ട്രെങ്തിനെയാണ് നമ്മൾ അഫിനിറ്റി കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് ഈ പറഞ്ഞ നമ്മളുടെ ആൻറ്റിബോഡിയുടെ അഫിനിറ്റി എന്ന് പറയുന്നത് ഒരു സിംഗിൾ എപ്പിറ്റോപ്പിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പിടികിട്ടിയോ? ആൻഡ് ഇതിനകത്ത് 2 ടൈപ്പ് അഫിനിറ്റി ഉള്ള ആൻറ്റിബോഡീസ് ഉണ്ട്. ലോ അഫിനിറ്റി ആൻറ്റിബോഡീസ് ഉണ്ട്, ഹൈ അഫിനിറ്റി ആൻറ്റിബോഡീസ് ഉണ്ട്. ലോ അഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിജൻ വളരെ വീക്കായിട്ടായിരിക്കും അതുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്, പെട്ടെന്ന് അത് ഡിസോസിയേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. പക്ഷേ ഹൈ അഫിനിറ്റി ആൻറ്റിബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിജൻ ഭയങ്കര ടൈറ്റായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യുന്നത് കൊണ്ടിട്ട് അത്ര പെട്ടെന്ന് അത് പോകത്തില്ല. അതുകൊണ്ട് ഒരുപാട് നാൾ അതെന്ത് ചെയ്യും, അത് ആ ഒരു ഇൻട്രാക്ഷനിൽ നിലനിൽക്കും. ഇതിനെയാണ് നമ്മൾ അഫിനിറ്റി കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവിഡിറ്റി. അവിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിജൻ ആൻറ്റിബോഡി അങ്ങനെ മൾട്ടി വാലൻ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസും അതുപോലെ ആൻറ്റിജനും തമ്മിലുള്ളൊരു മൾട്ടിപ്പിൾ ഇൻട്രാക്ഷൻസിൻ്റെ സ്ട്രെങ്ത്താണ് ഈ അവിഡിറ്റി കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളമാണ് നമ്മളുടെ ആൻറ്റിബോഡിയുടെ ഒരു എന്താ പറയുക ലൈക്ക് ബൈൻഡിങ് കപ്പാസിറ്റി എന്നുള്ളതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അവിഡിറ്റിയാണ് കുറച്ചും കൂടെ നല്ലത്. അഫിനിറ്റിയേക്കാൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ ബൈൻഡിങ് കപ്പാസിറ്റി എത്രത്തോളമാണെന്ന് മെഷർ ചെയ്യാൻ അവിഡിറ്റി ഹെൽപ്പ് ചെയ്യും. ഹൈ അവിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ അഫിനിറ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഒരു ആൻറ്റിജൻ ഇൻട്രാക്ഷന് ഹൈ അവിഡിറ്റി ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അത് ലോ അഫിനിറ്റി ആണെങ്കിൽ പോലും കോമ്പൻസേറ്റ് ചെയ്ത് പോയിക്കോളും. ഓക്കെ, ദെൻ കംസ് ക്രോസ് റിയാക്ടിവിറ്റി. ക്രോസ് റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻറ്റിബോഡി ഒരു ആൻറ്റിജൻ കിട്ടിക്കഴിഞ്ഞാൽ എലസിറ്റഡ് ആവുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് അത് ക്രോസ് റിയാക്ട് ചെയ്യും. ക്രോസ് റിയാക്ട് ചെയ്യുന്നത് അതിന് യാതൊരു ബന്ധവുമില്ലാത്ത ആൻറ്റിജനുമായിട്ടാണ്. പക്ഷേ ഇങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ളൊരു എപ്പിറ്റോപ്പ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരേപോലെയുള്ള ഏകദേശം ഒരുപോലെയുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവണം. ഇതിനെയാണ് നമ്മൾ ക്രോസ് റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ ഒരു ആൻറ്റിജനുമായിട്ട് ആൻറ്റിബോഡി ബൈൻഡ് ചെയ്താൽ അത് എലസിറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ആൻറ്റിജൻ പിന്നീട് മറ്റൊരു അൺറിലേറ്റഡ് ആയിട്ടുള്ള ആൻറ്റിജനുമായിട്ട് ക്രോസ് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള എപ്പിറ്റോപ്പോ സിമിലർ ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസോ വേണ്ടത് അത്യാവശ്യമാണ്. അതറിഞ്ഞു വെച്ചിരിക്കുക. പിടികിട്ടിയോ? യെസ്.
ഇനി നമ്മളുടെ ഇൻട്രാക്ഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഒപ്റ്റിമം ടെമ്പറേച്ചർ അത്യാവശ്യമാണ്. കാരണം ആ ഒപ്റ്റിമം ടെമ്പറേച്ചറാണ് കെമിക്കലായിട്ടൊരു പ്രോസസ്സല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ എപ്പിടോപ്പ്, പാരാടോപ്പ്, അതുപോലെ തന്നെ ഇൻട്രാക്ഷൻ ഇൻവോൾവ് ആയിട്ടുള്ള ബോണ്ട് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെരി നെസസറി. ഇനി അത് കൂടാതെ നമ്മൾക്ക് ആവശ്യമുള്ള മറ്റൊന്നാണ് pH എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മളുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ഉണ്ടല്ലോ, നമ്മുടെ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനകത്ത് ഉണ്ടാകുന്ന pHൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 6.5 to 8.4 ആ ഒരു റേഞ്ചിലാണ് വരിക. 6.5 താഴെയും 8.4 മുകളിലും ആണെങ്കിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ എന്ന് പറയുന്നത് നടക്കത്തില്ല, ഇൻഹിബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ഇനി 5 അല്ലെങ്കിൽ 9.5 ആണ് pH എങ്കിൽ അവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 6.5 to 7.0 എന്ന് പറഞ്ഞിട്ടുള്ള pHനേക്കാളും 100 മടങ്ങ് കുറവാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഭയങ്കര എക്സ്ട്രീം pH ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആൻറ്റിബോഡീസിന് കൺഫർമേഷണൽ ചേഞ്ചസ് ഉണ്ടാകാനും ആൻഡ് അത് നമ്മളുടെ ആൻറ്റിജനെ നശിപ്പിക്കാനൊക്കെയുള്ളൊരു ചാൻസ് ഉണ്ട്. കൺഫർമേഷണൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറിനകത്ത് മാറ്റങ്ങളുണ്ടാകും, അവസാനം അത് ആൻറ്റിജനെ നശിപ്പിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടൊക്കെ എത്താനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു വെക്കുക. ഇതാണ് മെയിനായിട്ട് നമ്മളുടെ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻസ്, ഇതാണ് നമ്മളുടെ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് കേട്ടോ. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻസിൽ 6 പ്രോസസ്സുകളാണ് നടക്കുന്നത്. അഗ്ലൂട്ടിനേഷൻ, പ്രസിപ്പിറ്റേഷൻ, കോംപ്ലിമെന്റ് ഫിക്സേഷൻ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ, റേഡിയോ ഇമ്മ്യൂണോ അസേ ആൻഡ് വെസ്റ്റേൺ ബ്ലോട്ടിംഗ്. ഇത് ഓരോന്നിനെ പറ്റിയിട്ട് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് പ്രസിപ്പിറ്റേഷൻ. പ്രസിപ്പിറ്റേഷനാണ് ഏറ്റവും ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ പ്രസിപ്പിറ്റേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഇലക്ട്രോലൈറ്റ്സിൻ്റെ പ്രസൻസിൽ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറും ഒരു ഒപ്റ്റിമം pH ഉള്ളപ്പം ഇൻസോലബിൾ ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ്. ആൻഡ് ഇത് യൂഷ്വലി ട്യൂബിൻ്റെ ഏറ്റവും താഴെ പോയിട്ട് സെഡിമെൻ്റ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം. പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്റ്റിമൽ ആയിട്ടുള്ള ടെമ്പറേച്ചറിലും pHലും ഇലക്ട്രോലൈറ്റ്സിൻ്റെ പ്രസൻസിൽ ഇൻസോലബിൾ ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു. ആൻഡ് ഇത് നമുക്ക് എവിടെ കാണാം? യൂഷ്വലി ട്യൂബിൻ്റെ ബോട്ടത്തിൽ കാണാൻ പറ്റും. അത് യൂഷ്വലി അങ്ങനെയാണ് കാണുന്നത്. ഐദർ നമുക്ക് സെഡിമെൻറ്റേഷനായിട്ട് താഴെ കാണാം, അല്ലെങ്കിൽ ഫ്ലോക്യുലേഷൻ എന്നുള്ള രീതിയിൽ കാണാം. മുകളിൽ ഇങ്ങനെ ഫ്ലോക്യൂൾസ് ആയിട്ട് സസ്പെൻഡ് ആയിട്ട് കിടക്കുകയാണ്, ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഫ്ലോക്യുലേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ പ്രസിപ്പിറ്റേഷൻ 2 രീതിയിൽ നടക്കാം. സെഡിമെൻറ്റ് ചെയ്ത് വരാം, അതിനെ നമ്മൾ സെഡിമെൻറ്റേഷൻ എന്ന് വിളിക്കും. താഴെ സെഡിമെൻറ്റ് ചെയ്യുന്നതാണത്. ഫ്ലോക്യുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ സസ്പെൻഡ് ആയിട്ട് കാണാനായിട്ട് പറ്റും. പിടികിട്ടിയോ? ഇതാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് യൂഷ്വലി നമ്മൾക്കൊരു ലിക്വിഡ് മീഡിയയോ അല്ലെങ്കിൽ ജെല്ല് ലൈക്ക് അഗാറോസ് ജെല്ല്, അഗാർ ജെൽ, അങ്ങനെയുള്ള ജെൽസ് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ഇത് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളുടെ ആൻറ്റിജനും ആൻറ്റിബോഡിയുടെയും റേഷ്യോ എത്രയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും പ്രസിപ്പിറ്റേറ്റിൻ്റെ എമൗണ്ട് ഉണ്ടാവുന്നുണ്ടായിരിക്കുക. യൂഷ്വലി നമ്മളുടെ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ആൻറ്റിജൻ ആൻറ്റിബോഡിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഏജൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് പൊതുവെ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പിടികിട്ടിയോ? ദിസ് ഈസ് പ്രസിപ്പിറ്റേഷൻ. ഇനി രണ്ടാമത്തതാണ് എഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ആൻറ്റിജൻ റിയാക്ഷനാണ്. ഇവിടെ ആൻറ്റിജൻ എന്ന് പറയുന്നത് അതിൻ്റെ ആൻറ്റിബോഡിയുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റ്സിൻ്റെയും ഒപ്റ്റിമൽ ടെമ്പറേച്ചറിൻ്റെയും pHൻ്റെയും പ്രസൻസിലായിരിക്കും. ആൻഡ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ ക്ലംപ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതൊരു ആൻറ്റിബോഡി ഇൻട്രാക്ഷനാണ്, റിയാക്ഷനാണ്. ആൻഡ് ഇവിടെ നമ്മുടെ ആൻറ്റിജൻ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റിബോഡിയുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. എങ്ങനെ? ഇലക്ട്രോലൈറ്റ്സിൻ്റെയും ഒപ്റ്റിമം ടെമ്പറേച്ചറിൻ്റെയും ഒപ്റ്റിമം pHൻ്റെയും സാന്നിധ്യത്തിലാണ്. പക്ഷേ അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് നേരത്തെ സെഡിമെൻറ്റോ ഫ്ലോക്കുലേഷനൊക്കെ കിട്ടുന്ന പോലെ ഇവിടെ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും പാർട്ടിക്കിൾസിനെ ക്ലംപ് ചെയ്ത് കട്ട കുത്തി കിടക്കുന്ന പോലെ ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. പിടികിട്ടിയോ? യെസ്. ഇനി ഇത് കുറച്ചും കൂടെ സെൻസിറ്റീവാണ്, പ്രസിപ്പിറ്റേഷൻ റിയാക്ഷനേക്കാളും കുറച്ചും കൂടെ സെൻസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻറ്റിബോഡീസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈ റിയാക്ഷൻ കുറച്ചും കൂടെ എപ്പോഴാണ് പോസിറ്റീവ് റിയാക്ഷൻ എന്ന് വിളിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻറ്റിജൻ ക്ലംപ് ചെയ്യുമ്പോഴത്തേക്കുമാണ് നമുക്കതിനെ പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. വൈറസുകളും അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആൻറ്റിജൻസ് ഒക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഡയഗ്നോസ്റ്റിക് പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 പ്രോസസ്സ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തതാണ് ന്യൂട്രലൈസേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ന്യൂട്രലൈസേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിൻ്റെ ആൻറ്റിബോഡിക്ക് എത്രത്തോളം ആൻറ്റിജനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. അത് ആക്ച്വലി നമ്മളുടെ ആൻറ്റിബോഡി ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു അസസ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു നല്ല സ്റ്റാൻഡേർഡ് മെത്തേഡാണെന്നൊക്കെ പറയാം.
അതിനകത്ത് നമുക്ക് വൈറസ് ന്യൂട്രലൈസ് ചെയ്യാം, ബാക്ടീരിയ ന്യൂട്രലൈസ് ചെയ്യാം, ടോക്സിൻസ് ന്യൂട്രലൈസ് ചെയ്യാം, ആൻഡ് ഇൻ വിവോ ആയിട്ടും ഇൻ വിട്രോ ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് ഷിക് ടെസ്റ്റ്. ഡിഫ്തീരിയയുടെ ന്യൂട്രലൈസേഷൻ നടക്കുന്നതാണ് ഈ ഷിക് ടെസ്റ്റിനകത്ത്. ഓക്കെ, അപ്പോൾ അതാണ് ന്യൂട്രലൈസേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. നാലാമത്തതാണ് ഒപ്സോണൈസേഷൻ എന്ന് പറയുന്നത്. ഒപ്സോണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി അഗെയിൻ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ ആണ്. ഇവിടെ പാത്തോജൻസിനെ നമ്മൾ ആൻറ്റിബോഡീസ് യൂസ് ചെയ്ത് കോട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഫാഗോസൈറ്റോസിസ് നടത്താനും അവരെ ഇൻജസ്റ്റ് ചെയ്യാനുള്ളൊരു സസെപ്റ്റബിലിറ്റി കൂടും. അവർ കുറച്ചും കൂടെ പ്രൗഡായിട്ട് മാറും. കാരണം ആൻറ്റിബോഡി കോട്ടഡ് ആണ്. ആൻറ്റിജനെ അല്ലെങ്കിൽ പാത്തോജൻസിനെ നമ്മൾ ആൻറ്റിബോഡി വെച്ച് കോട്ട് ചെയ്തേക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഫാഗോസൈറ്റ്സ് അവരെ വന്ന് ഇൻജസ്റ്റ് ചെയ്ത് ഫാഗോസൈറ്റോസിസ് നടക്കാനുള്ള ഒരു സസെപ്റ്റബിലിറ്റി കൂടും. പിടികിട്ടിയോ? ആൻഡ് ഈ ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സെറം ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അവരെയാണ് നമ്മൾ ഒപ്സോണിൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു പ്രോസസ്സ് ഏറ്റവും ആദ്യം ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് റൈറ്റ് ആൻഡ് ഡോഗ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 സയൻറ്റിസ്റ്റാണ് 1903. എല്ലാ സയൻറ്റിസ്റ്റുമാരുടെയും കോൺട്രിബ്യൂഷൻസ് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. യെസ്, 5th വൺ ഇമ്മ്യൂണോ ഫ്ലോറസൻസ്. ഇതെല്ലാത്തിൻ്റെയും പേരുകൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ ആ 6 പോയിന്റ്സ് കാണിച്ചപ്പോഴത്തേക്കും റേഡിയോ ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് അസേ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അതിന് തന്നെ മറ്റൊരു പേരാണ് ഈ ഇമ്മ്യൂണോ ഫ്ലോറസൻസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. വ്യത്യാസമൊന്നുമില്ല, ഇറ്റ്സ് ഓൾ ദ സെയിം. ഇമ്മ്യൂണോ ഫ്ലോറസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്മ്യൂണോ ഹിസ്റ്റോളജിക്കൽ ആയിട്ടുള്ള ടെക്നിക്കാണ്. ഇവിടെ നമ്മൾ ഫ്ലൂറോഫോഴ്സ് യൂസ് ചെയ്യും. ഫ്ലൂറോഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള കെമിക്കലാണ്. അത് ലൈറ്റ് എമിറ്റ് ചെയ്യും. എപ്പോഴാണോ നമ്മൾക്ക് ഫോട്ടോൺ എക്സൈറ്റേഷൻ സംഭവിക്കുന്നുണ്ടായിരിക്കുക, പല വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് എമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലൂറസെൻറ്റ് കെമിക്കലാണ് ഫ്ലൂറോഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് സെല്ലുലാർ ആൻറ്റിജൻസിനെ ആ ഫ്ലൂറോഫോഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. ആൻഡ് ഏറ്റവും ആദ്യം ഈ പറഞ്ഞ ഫ്ലൂറസെൻറ്റ് ഡൈ ഒക്കെ യൂസ് ചെയ്തിട്ട് ആൻറ്റിജനെ ഐഡൻറ്റിഫൈ ചെയ്തതും ലൊക്കേറ്റ് ചെയ്തതും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തന്നതൊക്കെ കൂൺസ് എന്ന് പറഞ്ഞിട്ടൊരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല, അതുകൊണ്ടാണ് കൂൺസ് എറ്റാളെന്ന് എഴുതിയേക്കുന്നത്. അദ്ദേഹവും അതിൻ്റെ വർക്കേഴ്സും കൂടെ കൂടിയിട്ടാണ് ഒരു ആൻറ്റിജനെ ഇതുപോലെ ഫ്ലൂറസെൻറ്റ് ഡൈ ഒക്കെ ഉപയോഗിച്ച് ലേബൽ ചെയ്ത് അതിനെ ലൊക്കേറ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പിടികിട്ടിയോ? സാധാരണ നമ്മൾ ഈ പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന ഫ്ലൂറസെൻറ്റ് ഡൈസ് എന്ന് പറയുന്നത് ഫ്ലൂറസിൻ ഐസോതയോസയനേറ്റ്, പൊതുവെ ബ്ലൂ ഗ്രീൻ കളറാണ് അത് കൊടുക്കുന്നുണ്ടായിരിക്കുക. ദെൻ ലെസമീൻ, റോഡമീൻ, ഓറഞ്ച് റെഡ് കളറാണ് അത് കൊടുക്കുന്നുണ്ടായിരിക്കുക. 2 ഡൈസിൻ്റെ പേര് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതിയാവും കേട്ടോ. ഓക്കെ, ദെൻ 6th പ്രോസസ്സ് ആണ് ലാസ്റ്റ് പ്രോസസ്സ്, ദാറ്റ് ഈസ് റേഡിയോ ഇമ്മ്യൂണോ അസേ, RIA എന്ന് പറയും. ഇത് ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്തത് സോളമൻ ബേഴ്സണും റോസലിൻ യാലോ എന്ന് പറഞ്ഞ 2 സയൻറ്റിസ്റ്റുമാരാണ് 1950. ഇതൊരു ഇമ്മ്യൂണോ അസേ ആണ്. ഇവിടെ നമ്മൾ റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള ആൻറ്റിജനോ ആൻറ്റിബോഡിയോ ആയിരിക്കും യൂസ് ചെയ്യേണ്ടായിരിക്കുക. എന്നിട്ടൊരു ഇമ്മ്യൂൺ കോംപ്ലക്സ് നമ്മൾ ഫോം ചെയ്യും. ഒറ്റ സ്റ്റെപ്പിലായിരിക്കില്ല, സ്റ്റെപ്പ് വൈസ് ആയിട്ടൊരു സീക്വൻഷ്യൽ റിയാക്ഷൻ പോലെ ആയിരിക്കും അത് നടക്കുന്നുണ്ടായിരിക്കാം. ആൻറ്റിജൻ്റെ കോൺസെൻട്രേഷൻ എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മെത്തഡാണെന്ന് പറയാൻ പറ്റും. പൊതുവെ നമുക്ക് ഹോർമോൺ ലെവൽ, എൻസൈമിൻ്റെ കോൺസെൻട്രേഷനൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള ആൻറ്റിജൻ അൺലേബിൾഡ് ആയിട്ടുള്ള ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അതൊരു കോമ്പറ്റേറ്റീവ് ബൈൻഡിങ് ആണ്. ആൻഡ് ഈ ആൻറ്റിജൻസ് എല്ലാം ചെന്നിട്ട് ആൻറ്റിബോഡിയുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു പ്രിൻസിപ്പിളാണ് ഈ ഒരു എന്താ പറയുക റേഡിയോ ഇമ്മ്യൂണാസയ്ക്ക് ഉള്ളത്. ദാറ്റ് മീൻസ് റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള ആൻറ്റിജൻ ഭയങ്കര സ്പീഡിലായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടായിരിക്കും ആൻറ്റിബോഡിയോട് ബൈൻഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അൺലേബിൾഡ് ആൻറ്റിജൻ അങ്ങനെയല്ല. അപ്പം അങ്ങനത്തെ ഒരു ഐഡിയയിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ റേഡിയോ ഇമ്മ്യൂണോ അസേ അല്ലെങ്കിൽ RIA എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ്. പിടികിട്ടിയോ? ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള 5-6 സ്റ്റെപ്സ് നമ്മളുടെ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷനിൽ. ആൻഡ് ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. കുറച്ച് ടഫായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആൻറ്റിജൻ എവിടെയാണ്, ആൻറ്റിബോഡി എവിടെയാണ്, എന്ത് നടക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാറിപ്പോകാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക, നോട്ട്സൊക്കെ നോട്ട് ഡൗൺ ചെയ്യുക, കറക്റ്റായിട്ട് എഴുതി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐഡിയും സോഷ്യൽ മീഡിയ IDs ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. ആൻഡ് ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ് ഫോർ ടുഡേ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.